ഈ തെരഞ്ഞെടുപ്പിലും മുനമ്പം ജനത BJPക്കൊപ്പമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതായത് പള്ളിപ്പുറം പഞ്ചായത്തിൽ മുനമ്പത്ത് നിന്ന് ലഭിച്ച വോട്ടുകൾ 3502 വോട്ടാണ് BJPക്ക് ലഭിച്ചത്. അപ്പോൾ ഒപ്പം നിന്ന എല്ലാവരും പലരും കൈവിട്ടു പോയിട്ടും മുനമ്പത്തിനൊപ്പം അടിയുറച്ചു നിന്ന BJPക്കൊപ്പം തന്നെയാണെന്ന് മുനമ്പം ജനത ഒരു തവണ കൂടി പറയുകയാണല്ലേ. വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. അതിലുപരി കുറച്ച് സങ്കടങ്ങളുമുണ്ട്. കാരണം മുനമ്പം ഉൾക്കൊള്ളുന്ന പള്ളിപ്പുറം പഞ്ചായത്ത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ വരെ LDF ഭരിക്കുന്നൊരു പഞ്ചായത്താണ്. അവിടെ ഇപ്പോൾ വോട്ട് വൈസ് നോക്കുകയാണെങ്കിൽ 12,000 വോട്ടോളം LDFന് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതിന് കുറവാണ് UDFന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം BJPക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് 3502 വോട്ട് ലഭിച്ചെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വോട്ടൊന്നും BJPക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശം മുനമ്പമായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിലുപരി കുറച്ച് സങ്കടങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് എതിരെ, അതായത് BJPക്കെതിരെ BJP ഒരു കാരണവശാൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു പാർട്ടിയാണ് BJP. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ആൾക്കാർ തന്നെ ഈ LDFനും UDFനും വേണ്ടി അവിടെ BJP എത്രത്തോളം എങ്ങനെ താറടിച്ച് കാണിക്കാൻ പറ്റും ആ രീതിയിൽ പ്രചരണത്തിന് ഇറങ്ങി എന്നുള്ളതാണ്. കാരണം അവൻ കിടന്നുറങ്ങുന്ന വീട് പോലും ഇന്ന് രക്ഷിച്ചു വെച്ചിരിക്കുന്നത് BJP കൊണ്ടുവന്ന പുതിയ നിയമത്തിൻ്റെ ഒരൊറ്റ പിൻബലത്തിലാണ് അവൻ പോലും കിടന്നുറങ്ങുന്ന വീടുള്ളത്. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഈ ഒരു അതിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാനിവിടെ പറയുന്നത് രാഷ്ട്രീയം മാറ്റിവെച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സഹായിച്ചവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ കടമയാണ്. പല ഭാഷകൾ അതിനുവേണ്ടി ഉപയോഗിക്കാം. ആരാണ് നിന്നെ സഹായിച്ചത്? ആരുടെ സഹായത്താലാണ് നിനക്കിന്ന് ഇവിടെ സന്തോഷമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നത്? അവർ നന്ദിയോടെ നിൽക്കണമെന്നാണ്. പക്ഷേ അവിടെ ഇപ്പോഴും ഞാൻ പറയാം, ഹൃദയമുള്ള മനുഷ്യരെല്ലാവരും BJPയുടെ കൂടെ നിന്ന് അതുകൊണ്ടാണ് ഈ ഒരു 3502 വോട്ട് കിട്ടിയാൽ അതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. അതൊരു കൂട്ടായ ഒരു പ്രവർത്തനം കൂടിയാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ പള്ളിയിലെ എന്നുള്ള വികാരിയും പല ആൾക്കാരും ചേർന്നിട്ട് ഈ മുനമ്പത്ത് BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ കയറി പ്രചരണം നടത്തുകവരെ ചെയ്തു. ഇത്തവണ അതുപോലത്തെ നീക്കങ്ങളുണ്ടായോ? ഇത്തവണ അങ്ങനത്തെ പ്രചരണങ്ങൾ നടന്നിട്ടില്ല. കാരണം ഞങ്ങൾ അത്യാവശ്യം വിജിലൻ്റ് ആയിരുന്നു. കാരണം അങ്ങനത്തെ അത് കാരണം പിന്നെ നമ്മൾക്കറിയാം ഏതൊരു വ്യക്തിനെയും ഫോണിലൂടെ കിട്ടാവുന്നതാണ്. പക്ഷേ വേറെ കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ കുറച്ച് സത്യങ്ങൾ അറിയുന്നുള്ളൂ. അത് പഞ്ചായത്ത് ഇലക്ഷന് 30,000 രൂപ വരെയും കിട്ടിയ വീടുകൾ ഞങ്ങളുടെ കടപ്പുറത്തുണ്ടായിരുന്നു BJPക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി. അത് കൊടുത്തത് പള്ളിയിൽ നിന്നാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പഞ്ചായത്ത് വോട്ടിൽ ഒരു വീട്ടിലേക്ക് 30,000 രൂപ വരെയും പോയ വീടുകൾ ഞങ്ങളുടെ കടപ്പുറത്തുണ്ട്. അത്രയ്ക്ക് അവർക്ക് വൈരാഗ്യവും ദേഷ്യവുമാണ് ഈ പ്രസ്ഥാനത്തിനോട് എന്നുള്ളതാണ്. ഇല്ല, ഞാൻ പറഞ്ഞില്ല. പള്ളിനെ ഒരിക്കലും അങ്ങനെ പറയരുത്. പക്ഷെ ഇത് നിയന്ത്രിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊരു 2-3 പേരുടെ വിശ്വാസികളല്ല ഈ പറയുന്ന പള്ളിയുടെ പൗരോഹിത്യമോ അല്ല, അതിനകത്തുള്ള ചില വ്യക്തികളാണ് ഈ പരിപാടി. ഇപ്പം നിങ്ങൾക്കറിയാം, എൻ്റെ നാട്ടിൽ എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോഴും ഞായറാഴ്ച കുർബാനക്ക് ആ പള്ളിയിൽ പോകാതെ ഞാൻ പോകുന്നില്ല. കാരണം എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും. എന്നെ പള്ളിയിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം പ്രസംഗം വരുന്നത് സാത്താൻ്റെ സന്തതികളാണ്, 4-7 ജന്മം ജനിച്ച ശാപം പോകില്ല, സഭയ്ക്കെതിരെ. അപ്പം അവരുണ്ടാക്കി പിന്നീടാണ് നമ്മൾ അറിയണം പള്ളിയിലെ ആൾക്കാർ കാരണം എൻ്റെയൊക്കെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മളോട് ഒരാൾ എന്തെങ്കിലും കാണിച്ച് തിരിച്ചു പോവുക. അപ്പോൾ അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ BJPയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ്. ഞാനൊരു പള്ളിയിലൊരു പ്രശ്നം ഉണ്ടാക്കണം, അത് BJPയുടെ പേരിലേക്ക് ആക്കണം. അത് കാരണം ഞാനിപ്പോൾ എത്രയോ മാസമായി ഞാൻ എൻ്റെ പള്ളിയിൽ പോകാറില്ല. അത്രയ്ക്കും വ്യക്തിപരമായ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഞാൻ പള്ളിയിൽ പോകുക. അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ നമുക്കൊരിക്കലും ഒരു വൈദികൻ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമുക്കെതിരെയാണെന്ന് അറിയാം, ആയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ആയിരിക്കുന്ന ആൾക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള പ്രസംഗം. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ ആരാകും? അതിലും ഭേദം മാതാവിനോടല്ലേ ഞാൻ. അപ്പോൾ ആരും പള്ളിയിലില്ലാത്തപ്പോൾ ഞാൻ ഞങ്ങളുടെ മാതാവിനോട് പോയി പ്രാർത്ഥിക്കും. കുർബാനയ്ക്കും കാര്യങ്ങൾക്കും എൻ്റെ തൊട്ടപ്പുറത്തുള്ള മഞ്ഞമാതാവിൻ്റെ പള്ളിയുണ്ട്, ഞങ്ങളുടെ മദർ ചർച്ച് എന്ന് പറയും, അവിടെ ഞാൻ പോകും. കാരണം എന്നെ എന്തോ അല്ല, ഇങ്ങനെ പറയുന്നവർ അവർ തന്നെയാണ് ചെറുതാവുന്നത് എന്നുള്ളതാണ് ഇതിലെ വാസ്തവം. കാരണം സംഘയുത്വത്തിലേക്കാണ് പോകുന്നത്. ദൈവം എന്ന് പറയുന്ന വിശാല ബുദ്ധിയിലല്ല അവരുള്ളത്.
എന്നെ ഇപ്പോൾ പല പല രീതിയിലും എന്നെ ഉപദ്രവിക്കാന്ന്. കാരണം ഇപ്പോൾ ഒരു വേദിയിൽ ഞാൻ ഈ എറണാകുളം ജില്ലയിലൊരു വളരെ പ്രമുഖ സ്ഥാനം, വൈദിക സ്ഥാനം അലങ്കരിക്കുന്ന ഒരു അച്ഛൻ അവിടെ വെച്ച് എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച്. അദ്ദേഹത്തിന് എന്നെ കണ്ടിട്ട് പോലുമില്ല, ജീവിതത്തിൽ അറിഞ്ഞിട്ട് പോലുമില്ല, ഞാൻ ആരാണെന്ന് പോലും അറിയില്ല. ഞാൻ എൻ്റെ വീടിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ വീടും എൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ്, എൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഇറങ്ങി. പക്ഷേ അവൻ അവൻ അവിടെ ബി ജെ പിനെ കൊണ്ടുവന്നു, അവൻ അവിടെ ബി ജെ പിനെ ഒരു പക്ഷേ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളെന്ന് പറഞ്ഞില്ല. ആ പറഞ്ഞ അച്ഛൻ്റെ അനിയനെ ജയിലിൽ നിന്ന് ഇറക്കാൻ എനിക്കാണ് കോള് വന്നത്. ഒരു അറബ് രാജ്യത്ത് ജയിലിൽ കിടക്കേണ്ട ആ അച്ഛൻ്റെ അനിയനെ ഞാൻ കൊണ്ടുവന്നു സകല ആൾക്കാരുടെ അടുത്ത്. പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ദൈവം ഒരു പൊസിഷൻ തന്ന് ഞാനത് വളരെ നന്ദിപൂർവ്വം ചെയ്തു. കാരണം ഒരു ഒറ്റ ടെലിഫോൺ കോളിൽ എനിക്കത് ഇറക്കാൻ പറ്റി. അത് മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പം മുനമ്പത്ത് ഇത്രയും വോട്ട് ലഭിച്ചു, ഇതിന് മുൻപ് മുനമ്പത്ത് നിന്ന് ഇത്രയും വോട്ട് ഈ വൈപ്പിനിലേക്ക് ലഭിച്ചിട്ടുണ്ടോ? വൈപ്പിൻ മണ്ഡലത്തിൽ എങ്ങനെയായിരുന്നു മുമ്പത്തെ വോട്ട് നിലയിൽ ഇപ്പോഴത്തെ വോട്ട് നിലയിൽ? ഇപ്പോൾ കഴിഞ്ഞ ഈ ഇലക്ഷനിൽ, ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ ബി ജെ പി താമര ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ചിരുന്നത്. അപ്പോൾ അതിന് 13,500 വോട്ടാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ബി ജെ പി അല്ല, എൻ ഡി എ സഖ്യമായിട്ടാണ് അവിടെ അവതരിപ്പിച്ചത്. അത് 2020 ഒരു സ്ഥാനാർത്ഥിയാണ് അവതരിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് 13,000 വോട്ടുള്ളപ്പോഴും 2020 17,000 വോട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രയോറിറ്റി വെച്ചിട്ടാണ് ഈ പ്രാവശ്യം അവർക്ക് അത് കൊടുത്തത്. പക്ഷേ ഏറ്റവും സങ്കടകരം എന്ന് പറഞ്ഞാൽ ഈ 17,000 വോട്ട് കണ്ടില്ല. അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന 13,000 വോട്ട് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ബി ജെ പിക്ക് അതിനു മുമ്പ് ഉണ്ടായിരുന്നത് 19,000 വോട്ടുള്ളൊരു സമയമുണ്ടായിരുന്നു. ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് വോട്ട് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു. അത് നമ്മളുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഷൈജു മത്സരിച്ചപ്പോഴായിരുന്നു ബി ജെ പിക്ക് വൈപ്പിൻകരയിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ അനിത തോമസിന് അതിനേലൊരു 300 വോട്ട് കൂടിയിട്ടുള്ളൂ. അത് പാർട്ടിയുടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ പോയെന്നുള്ളത്. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണ് ഈ ഒരു 17,000 വോട്ട് കാണാതായെന്നുള്ളത്, അത് എങ്ങോട്ട് പോയെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെ, ശരിക്കും അന്വേഷിക്കേണ്ടത്. പക്ഷേ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കുകയും മുനമ്പത്ത് നിന്നുള്ള വോട്ടുകൾ കൂടുകയും ചെയ്തിരുന്നെങ്കിൽ ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജ് വലിയ രീതിയിൽ, അല്ലെ എൻ ഡി എയുടെ വോട്ട് പെർസെൻറ്റേജ് വലിയ രീതിയിൽ കൂടുമായിരുന്നു അല്ലേ? അത് വളരെ അധികം പ്രവർത്തകരുണ്ട്. ഇതൊന്നുമല്ല ബി ജെ പിയുടെ പ്രവർത്തകർ വൈപ്പിൻ ദേവിയിലുള്ള. പക്ഷേ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് പറയാൻ ഞാൻ യോഗ്യനുമല്ല. നിരീക്ഷണം പറയേണ്ടത് അത് പാർട്ടി അതിൻ്റേതായ രീതിയിൽ അന്വേഷിക്കണം. പാർട്ടി അന്വേഷിച്ച് അത് വിലയിരുത്തപ്പെടുന്നു. കാരണം ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായ വോട്ട്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വോട്ട് ഇപ്പോഴും കണ്ടിട്ടുണ്ട് എൻ ഡി എ എന്നുള്ളത്. പക്ഷേ 2020 ഒരു 17,000 വോട്ട് അവിടെ ഉണ്ടായിരുന്നു. അതെങ്ങോട്ട് പോയെന്ന് അത് വിലയിരുത്തപ്പെടേണ്ടതാണ്. മറ്റൊരു കാര്യം എനിക്ക് മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. വി ഡി സതീശൻ പരിഹരിക്കുമെന്ന്? വി ഡി സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ സമരപന്തൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ അറിവുകൾ വെച്ചും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. കാരണം അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, മുനമ്പം വഖഫ് ഭൂമിയല്ല. വഖഫ് ഭൂമി എങ്ങനെയാണ് ഒരു സർക്കാർ ഏറ്റെടുക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാതെയാണ് ഈ LDF സർക്കാരിൻ്റെ കാലത്തിരുന്ന വഖഫ് ബോർഡ്. കാരണം ഒരു വഖഫ് ബോർഡിൻ്റെ അന്നിരുന്ന ഒരു CEO ഉണ്ട്, ഏതോ ഒരു കഴുതയായിരുന്നു അന്ന് CEO ആയിട്ടിരുന്നിരുന്നത്. അവൻ കൊടുത്ത ഒരു ലെറ്റർ, അതായത് തഹസിൽദാറിന്, കളക്ടർക്കും തഹസിൽദാറിനും വില്ലേജ് ഓഫീസർക്കും കൊടുത്തൊരു ലെറ്ററിൻ്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഞങ്ങളെ ഈ ഒരു ഗതികേടിലേക്ക് എത്തിച്ചത്. ഈ വഖഫ് ഭൂമി വഖഫായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ വഖഫ് ആക്ടിൽ തന്നെ പറയുന്ന കുറച്ച് സെക്ഷൻസ് ഉണ്ട്. 5ഉം 4ഉം പ്രകാരം ഏതെല്ലാം എന്തെല്ലാം ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു വഖഫ് ഭൂമി എടുക്കേണ്ടതെന്നുള്ള ഇതൊന്നും പാലിക്കാതെ ആണിത് ഇവരേറ്റെടുത്തത്. അത് കാരണം കേരള സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ ഈ പ്രാവശ്യം കേസ് ഉണ്ടായപ്പോൾ അഡ്വക്കേറ്റ് ജനറലിന് തന്നെ കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നു. യാതൊരു കാര്യങ്ങളും പാലിക്കാതെയാണ് ഇത് ചെയ്തത്. അത് തെറ്റാണെന്ന് അറിയാം. ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട UDF സർക്കാർ വരുമ്പോൾ ആരാണ് നിയുക്ത മുഖ്യമന്ത്രി എന്ന് നമുക്കറിയില്ല. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനാണ്. കാരണം 610 കുടുംബങ്ങൾ വെറും 10 മിനിറ്റ് കൊണ്ട് അവരുടെ കാര്യങ്ങളിലേക്ക്, അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റും. കാരണം അതിൽ ഈ വഖഫ് വിഷയം വന്ന സമയത്ത് കോൺഗ്രസ്
വി.ഡി. സതീശനാണ് ആദ്യം അവിടെ സന്ദർശിച്ച ഒരു വേദി. അത് ഞങ്ങളൊരുക്കിയ വേദിയാണ്, കോൺഗ്രസ് ഒരുക്കിയ വേദിയല്ല. ഞങ്ങൾ കാശ് കൊടുത്ത് ഞങ്ങളൊരുക്കിയ സ്റ്റേജിൽ ഞങ്ങളിട്ട കസേരകളിൽ ഇവരൊരു വേദി മാത്രം ഇറക്കി കൊടുത്തു. പക്ഷേ ആ വേദിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, LDF സർക്കാരിൻ്റെ കീഴിലുള്ളതാണ് വഖഫ് ബോർഡ്. LDF സർക്കാർ ആ വഖഫ് ബോർഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കീഴിലാണ് ആ വഖഫ് ബോർഡ് വരുന്നത്. അപ്പോൾ ഇവർക്കത് പറയാം, ഞങ്ങളെ രക്ഷിക്കാം, ഞങ്ങളെ ഈ 10 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഈ 610 കുടുംബങ്ങൾക്കുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് തരട്ടെ. ഞങ്ങളിന്നും നന്ദിയോടെ അവരെ കാണും. അതിലുപരി കാരണം ഇന്ന് അവർക്ക് ഏറ്റവും വലിയൊരു പിൻബലം, അത് പിൻവലിക്കാനുള്ള ഏറ്റവും വലിയൊരു പിൻബലമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, ബഹുമാനപ്പെട്ട BJP സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ വഖഫ് നിയമം. ആ ഒരൊറ്റ വഖഫ് നിയമം മാത്രം മതി ഇവർക്ക് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ ചെയ്യണതെന്ന് അറിയില്ല. ഇപ്പം ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളവിടെ നിരാഹാരം നിർത്തി. സമരം തുടരുന്നുണ്ട്, നിരാഹാരം ഇരിക്കുന്നത് നിർത്തി. നിരാഹാരം കാരണം ഞങ്ങൾ നിർത്തിയത് സന്തോഷസൂചകമായിട്ടാണ് നിർത്തിയത്. കാരണം BJPയുടെ ആദ്യമായിട്ട് 3 മെമ്പർമാർ നമ്മുടെ നിയമസഭയിലുണ്ട്, ഞങ്ങൾക്ക് ശബ്ദമായെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഞങ്ങൾ മുനമ്പത്തുനിന്നൊരു കൂട്ടം ആൾക്കാർ, ഇപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട 3 MLA മാരുണ്ട്, രാജീവ് ജിയും ചാത്തന്നൂർ ഉള്ള ഗോപകുമാർ സാറും മുരളീധരൻ സാറും. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ആരാണ് പുതിയ മുഖ്യമന്ത്രിയെ ഞങ്ങളെല്ലാവരും അവരുടെ നേതൃത്വത്തിൽ പോയി കണ്ട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിചാരം. കാരണം എനിക്ക് ഒരു മുനമ്പത്തെ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴത്തെ പുതിയ UDF സർക്കാരിനോട് പറയാനുള്ളത്, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് നിങ്ങളാണ് ആദ്യം പൊതുജനത്തിനോട് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മുനമ്പത്തെ ഈ പാവപ്പെട്ട 610 തൊഴിലാളി കുടുംബങ്ങളുടെ കാര്യങ്ങളെടുത്ത് ഞങ്ങളെ ഇതിൽ നിന്ന് മോചിതരാക്കി കേരള ജനതയ്ക്ക് നിങ്ങൾ ആദ്യത്തെ ഒരു മാതൃക കാണിച്ചു കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കരുതാം. താങ്ക് യു.